ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉണ്ണിയുടെ 56ൻ്റെ അന്ന് നമ്മളെല്ലാവരും ഭയങ്കര തിരക്കിലാണ് കേട്ടോ. രാവിലെ റീനമ്മയ്ക്ക് രാവിലെ ഒരു 8 മണിയാകുമ്പോഴേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ഓരോ തിരക്കിൽ ഇങ്ങനെ പെട്ടിട്ട്. പിന്നെ ഞാനും ചേച്ചിയും പോയിട്ട് വേഗം ഡ്രസ്സ് മാറാൻ വേണ്ടി പോയിട്ട്, അതായത് ഉഷ ആൻറ്റി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അമ്മയും വലിയമ്മയും കൂടി, വലിയമ്മയൊക്കെ രാവിലെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അമ്മേനെ ഹെൽപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. അവരിതേ ചായപ്പണിയിലാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി, ദോശ, സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതേ ദോശ എടുക്കാൻ കേട്ടോ, ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. കുറേ വീഡിയോസൊക്കെ മിസ്സായിട്ട് കേട്ടോ. നമ്മുടെ വീട്ടിലൊരു പരിപാടി നടക്കുമ്പോഴേ നമ്മൾ ഈ ഫോണും പിടിച്ചിട്ടുള്ള നടത്തണ്ടല്ലോ, അത് ഇത്ര പോസിബിൾ അല്ല. ഓരോ കാര്യത്തിനായിട്ട് അങ്ങനെ എനിക്ക് തിരക്കിൽ പെടിയിരുന്നു. അത് കാരണം ഞാൻ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് പാല് കൊടുത്തിട്ട് അവന് കണ്ണും പിരുകും എഴുതിക്കാൻ നിന്നപ്പോഴാണ് എൻ്റെ സകല സമയം പോയത് കേട്ടോ. ആകെ തിക്കും തിരക്കായത് അപ്പോഴാണ് കേട്ടോ. പിന്നെ ഇതേ പാച്ചൂച്ചനും മല്ലൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മല്ലൂസ് ആദ്യമായിട്ടാണ് കുഞ്ഞിച്ചക്കനെ കാണുന്നത്. അപ്പോൾ അമ്മ ഇത് അവൻ്റെ മടിയിൽ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ. ചായ എടുക്കട്ടെ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ ഓടിയിട്ട് ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട്. എൻ്റെ മാത്രം ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സ് മാറാൻ വേണ്ടി നിന്നു. പിന്നെ എൻ്റെ ഫോൺ ആരുടെയൊക്കെയോ കയ്യിലായിരുന്നു. അപ്പോൾ അവരെടുത്ത് വെച്ച ക്ലിപ്പുകളാണ് കേട്ടോ ഇത്. പിന്നെ ഉണ്ണീനൊക്കെ അമ്മയും അവർ പിന്നെ രാധികച്ചൊക്കെ കൂടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിച്ച് കൊടുത്ത് സെറ്റാക്കി തോന്നണു. പിന്നെ അവരെ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുറത്ത് പുറപ്പെടുകയാണ്. ഞാൻ പിന്നെ റീനമ്മ അമ്മയൊക്കെ സാരി മാറാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാളുവിൻ്റെയിലാണോ അതുൻ്റെയിലാണോ ആരുടെയൊക്കെ കയ്യിലായിരുന്നു. അവരാണെങ്കിൽ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനിടയിലേക്ക് നല്ല പണിയും കിട്ടും ചെയ്തു കേട്ടോ. കാരണം എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് അങ്ങോട്ട് കംപ്ലീറ്റ് ഫുള്ളാവും ചെയ്തു. ഉണ്ണിയുടെ പരിപാടി നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടോ. കാരണം എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി ഇതെന്താവും, നമ്മുടെ വീട്ടിൽ അത്രയ്ക്ക് സ്പേസ് ഇല്ലാത്ത കാരണം സ്റ്റേജ് എന്താ ചെയ്യുക, അതൊക്കെ വൃത്തിക്ക് കിട്ടുമോ എന്നൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. സുജിത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സ്റ്റേജിലുള്ള സ്പേസ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെയ്തു തന്നപ്പോഴേക്ക് ഭയങ്കര സന്തോഷമായിട്ട്. മിത്രേച്ചി അതും മാളും എല്ലാ ഐറ്റങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നു. മാളൊക്കെ കുറച്ച് ലാഗായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് എനിക്ക് രാവിലത്തെ വീഡിയോസ് ഒന്നും കുറേ എടുക്കാൻ പറ്റാതിരുന്നത്. അല്ലെങ്കിൽ ഇവർ വന്നു വെച്ചെങ്കിൽ ഇവരെല്ലാ വീഡിയോയും കവർ ചെയ്ത് തന്നിരുന്നു കേട്ടോ. പിന്നെ നൂല് കെട്ടാനുള്ള എല്ലാ ഐറ്റംസും കൂടെ സെറ്റാക്കി കൊണ്ടിരിക്കാൻ കേട്ടോ. പിന്നെ ഇതാ മാളും എല്ലാവരും ഉണ്ട് ഇവിടെ. പിന്നെ ഉള്ള സ്പേസിൽ എല്ലാവരും അങ്ങോട്ട് സെറ്റായിട്ട് ഇരുന്നു കേട്ടോ. എൻ്റെ ഫോൺ എൻ്റെ അതുവിൻ്റെ കയ്യിലാണോ എന്നൊക്കെ നല്ല സംശയം ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കേട്ടോ. ആദർശേട്ട വേണ്ട. അപ്പോൾ ഒരു സംശയവും വേണ്ട, അതിൻ്റെ കയ്യിൽ തന്നെയാണ് കേട്ടോ ഫോണ്. പിന്നെ ഇത് നമ്മളിവിടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സെറ്റാക്കുക മീൻസ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടും ഇത് വിളക്ക് കത്തിക്കേണ്ടതൊക്കെ ഇപ്പോൾ ഏറെക്കുറെ ഇവിടെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ ഇൻസ്റ്റയിലത്തെ റീൽസൊക്കെ കണ്ടിട്ടാട്ടോ ഈ ഫ്രൂട്ട്സ് ഇതൊക്കെ വെച്ചത്. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചതായിരുന്നു ഞങ്ങളുടെ ഈ കോസ്റ്റ്യൂമിനെ പറ്റിയിട്ട്. മൈ ഡ്രീം കളക്ഷൻ ബൈ സിന്ധു എന്നുള്ള പേജിൽ സിന്ധു ചേച്ചിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ ഡ്രസ്സ് സെറ്റാക്കി തന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാനും ആദർശേനും കൂടിയിട്ട് പിന്നീട് 28ൻ്റെ സമയത്തുണ്ടല്ലോ, ഞങ്ങൾ അതിന് 2-3 ദിവസം മുന്നേ പോയിട്ട് ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വാങ്ങിച്ചതിന് ശേഷം എനിക്ക് ആ ഡ്രസ്സ് അങ്ങോട്ട് അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെയാണ് സിന്ധു ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഡ്രസ്സ് ചെയ്ത് തരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നമ്മുടെ ഉണ്ണിയുടെ 56ന് വേണ്ടിയിട്ടൊന്നുമല്ല, ചേച്ചിയുടെ ഒരു സന്തോഷത്തിന് ഇങ്ങനെ ഒരു ഡ്രസ്സ് സെറ്റാക്കിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് എന്താ നമ്മൾ ഓരോരോ തിരക്കിൽ ആകെ കിളിപ്പോയ രീതിക്കാണ് ഞാൻ നടക്കുന്നത്. സത്യം പറയാച്ചെങ്കിൽ ഇപ്പോഴും അതെ, കുറേ മെസ്സേജിനൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല, കമൻസിനായാലും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. എപ്പോഴും തിരക്ക്. ഇപ്പം ഞാൻ ഫോൺ എടുത്തു വെച്ചാൽ അപ്പം ഉണ്ണി എനിക്കും, അപ്പം അവനെ ഫീഡ് ചെയ്യിക്കും. അതിൻ്റെ ഇടയിൽ ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ നിന്ന കാര്യം എന്താണെന്ന് അത് ഞാൻ മറന്നു പോയിട്ടുണ്ടാവും. അപ്പം ആകെ ഒരു കിളിപ്പോയ അവസ്ഥയിലാണ് ഞാൻ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് മുന്നേ ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ടായി ഇങ്ങനെ ഒരു ഡ്രസ്സ് നമുക്ക് ചെയ്താലോ എന്ന്. അപ്പോഴേക്ക് ഞാനതങ്ങനെ വിട്ടു. പിന്നെ നമ്മുടെ ഉണ്ണിയുടെ 28ന് കുറച്ച് ഒരു 2-3 ദിവസം മുന്നെയാണ് ആളിങ്ങനെ മെസ്സേജ് അയക്കണേ നമുക്ക് തന്നെ ചെയ്താലോ എന്ന്. അപ്പോഴേക്ക് നോക്കിയപ്പോൾ ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. പിന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ചേച്ചി ഡ്രസ്സൊക്കെ സെറ്റാക്കി വീട്ടിലെത്തിച്ചെന്ന് കേട്ടോ. അങ്ങനെ ഇതേ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ കുഞ്ഞിച്ചക്കനും അവൻ്റെ അച്ഛനും അവൻ്റെ അമ്മമ്മയൊക്കെ കൂടിയിട്ട് കേട്ടോ. പിന്നെ ഇതേത് അവൻ്റെ അമ്മമ്മയാണ്. അമ്മമ്മ മീൻസ് എൻ്റെ വല്യമ്മയാണ് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ്, കുമാരി വല്യമ്മയാണ് കേട്ടോ. അപ്പോൾ കുമാരി വല്യമ്മ ഇതേ ഉണ്ണീനൊക്കെ എടുത്തിട്ട് ഫോട്ടോസ് എടുക്കുക കേട്ടോ. ഈ സമയത്തൊന്നും ഞാൻ ഈ ഭാഗത്തേ ഇല്ല, ഞാൻ അപ്പുറത്തെ റൂമിൽ ഇരുന്നിട്ട് ഭയങ്കര മേക്കപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വല്യച്ഛൻ കിരൺ ചേട്ടൻ, രാധികേച്ചി, വല്യമ്മ, ബീവി, ജീവ. രാധികേച്ചിയുടെ ഹസ്ബൻഡ് എബ്രോഡാണ് കേട്ടോ. പിന്നെ കിരൺ ചേട്ടൻ നമ്മുടെ കുഞ്ഞുമണിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയുള്ള ഒരു
ആളാണ് കേട്ടോ. കിരൺ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. കിരൺ ചേട്ടൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ എത്തിച്ച് നോക്കൂട്ടോ. കിരൺ ചേട്ടൻ ഇടയ്ക്ക് വന്നിട്ട് ഉണ്ണിനെ കളിപ്പിക്കുന്ന കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതാ ഇവർ ഫാമിലി ഫോട്ടോസും ഉണ്ണിനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ. എനിക്ക് ഇവരോടൊപ്പം നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഡ്രസ്സ് മാറിലും എൻ്റെ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് അവൻ്റെ കിരമാമൻ്റെ ഒപ്പം അങ്ങനെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോസ് ചിലപ്പോൾ ഒരു അവിയിൽ പരിവായിട്ടാവും, കറക്റ്റ് ഓർഡറിലല്ല കിടക്കുന്നത്. കാരണം എൻ്റെ സ്റ്റോറേജ് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഫോൺ ഫുൾ സൈഡായിരുന്നു. പിന്നെ കിരൺ ചേട്ടൻ്റെ അങ്ങനെ അവരുടെ ഇവരുടെയൊക്കെ എടുത്ത വീഡിയോസ് കൂടി സെറ്റാക്കിയിട്ടാണ് ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ തലേ ദിവസം തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പരിപാടി തുടങ്ങി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ട് പിന്നെ ഫോണൊക്കെ സൈഡായിരുന്നു. ഉണ്ണി അലമ്പാക്കുമെന്ന് നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിന് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. നല്ല കുട്ടിയായിട്ട് തന്നെ ഇരുന്നു കേട്ടോ. പരിപാടി കഴിയുടെ വരെ പാവമായിട്ട് അങ്ങനെ തന്നെ ഇരുന്നത്. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്മൂത്തായിട്ട് തന്നെ പോയിട്ടാ. ഇപ്പോൾ ഫോട്ടോസ് എടുക്കാച്ചെങ്കിലും ഓരോ ചടങ്ങുകൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ല കൂളായിട്ട് തന്നെ നിൽക്കാൻ പറ്റും. ആ സമയം കൊണ്ട് ഇവൻ ഭയങ്കര വാശി വെച്ചെങ്കിൽ നമുക്കും ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു, അവനും ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് ദൈവം സഹായിച്ചിട്ട് നല്ല പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ വല്യമ്മ, ഇന്നലെ വല്യമ്മേനെ കുറെ പേര് ചോദിക്കാറുണ്ട്. നമ്മുടെ തറവാട്ട് അമ്പലത്തിൽ കളായതുകൊണ്ട് തന്നെ വല്യമ്മയൊക്കെ ഫുൾ തിരക്കാട്ടതാണ്. വല്യമ്മേനൊന്നും അധികം ഇങ്ങോട്ട് കാണാത്തെ. പിന്നെ ഇത് എൻ്റെ അച്ചാച്ചനും അച്ഛമ്മയാണ് കേട്ടോ. അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയിട്ടാ. അപ്പോൾ അച്ചാച്ചനും അച്ഛമ്മേനൊക്കെ വെച്ചിട്ട് ഫോട്ടോസ് എടുത്തു. അച്ചാച്ചനൊന്നും തീരെ ഇങ്ങോട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, തീരെ വയ്യ. അതുകൊണ്ടാണ് അച്ചാച്ചനൊന്നും അധികം കാണാത്ത കേട്ടോ. നമ്മുടെ തേജപ്പന് ഈ പ്രായത്തിലൊക്കെ ആകുമ്പോൾ അച്ചാച്ചൻ രാവിലെയും വൈകിട്ടൊക്കെ ഇങ്ങോട്ട് എത്തിയായിരുന്നു. ഇപ്പം അച്ചാച്ചന് തീരെ വയ്യാട്ടാ. ഈ കയറ്റം കയറി ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും അച്ചാച്ചൻ ഫുൾ സൈഡ് ഔട്ടാ. പിന്നെ ഇത് നമ്മുടെ അമ്മമ്മയും നമ്മുടെ കുഞ്ഞിച്ചക്കനെയും വെച്ചിട്ട് ഫോട്ടോസ് എടുക്കുകയാണ്. പിന്നെ ഇത് എൻ്റെ വല്യമ്മയാണ് കേട്ടോ. എൻ്റെ മൂത്ത വല്യമ്മയാണ്, അമ്മയുടെ ചേച്ചി. അപ്പോൾ അതേ അമ്മമ്മയും വല്യമ്മയും കൂടിയിട്ട് ഫോട്ടോസ് എടുക്കുകയാണ്. ഈ വല്യമ്മേനെ കാണുമ്പോൾ എല്ലാവരും പറയാറുണ്ട് എൻ്റെ അമ്മയുടെ അതേപോലെ തന്നെയാണെന്ന്. സത്യമാണ് കേട്ടോ. വല്യമ്മയ്ക്കും അമ്മയ്ക്കും തമ്മിൽ നല്ല മോശമായിട്ടുണ്ട്. പിന്നെ എൻ്റെ രണ്ടാമത്തെ വല്യമ്മയ്ക്ക് വരാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ അതേ അമ്മമ്മയ്ക്ക് 3 പെൺകുട്ടികളും പിന്നെ 4 ആൺകുട്ടികളാണുള്ളത്. അപ്പോൾ അതിൽ മൂത്ത വല്യമ്മയാണിത്, രണ്ടാമത്തത് വേറൊരു വല്യമ്മയുണ്ട്, മൂന്നാമത്തതാണ് എൻ്റെ അമ്മ കേട്ടോ. പിന്നെ നമ്മളിത് വിളക്കെത്തിക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേജ് കെട്ടിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരുന്നിട്ടല്ല കേട്ടോ നമ്മൾ നൂല് കെട്ടുന്നത്. കാരണം കിഴക്കോട്ട് തിരിഞ്ഞിട്ടല്ലേ ഇരിക്കണ്ടേ. അപ്പം നമ്മൾ നേരെ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ഇരുന്നിട്ടാട്ടോ, സൈഡോട്ട് തിരിഞ്ഞിരുന്നിട്ടാണ് ഈ ചടങ്ങുകളൊക്കെ ചെയ്തേ. ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വളയിടലും അതുപോലെ തന്നെ പാല് കൊടുക്കണതൊക്കെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഇരുന്നിട്ടാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതൊക്കെ സെറ്റാക്കാനുണ്ടോ, വിളക്കൊക്കെ കത്തിക്കാണ്. പിന്നെ എനിക്ക് ഏറ്റവും ടാസ്ക് പിടിച്ചൊരു കാര്യമാണ് ഈ ചമ്പരം പടിഞ്ഞിരിക്കലേ. ഓൾറെഡി ഇപ്പോൾ സെറ്റ് മുണ്ടാണ് എടുത്തേക്കണേ. സെറ്റ് മുണ്ട് എടുത്തില്ലെങ്കിലും കൂടിയിട്ട് എൻ്റെ കല്യാണത്തിന് മുന്നേ ആയാലും അതെ എപ്പോഴും ആയാലും അതെ ചമ്പരം പടിഞ്ഞിരിക്കാൻ എനിക്ക് അറിയില്ല സത്യം പറയിച്ചെങ്കിൽ. എൻ്റെ ഒരു കാലം ഇങ്ങനെ പൊന്തിയോണ്ട് നിൽക്കും. പിന്നെ ഇപ്പോൾ ഡെലിവറി കൊണ്ടും കഴിഞ്ഞ് നന്നായി തടി വെച്ചു. അതിൻ്റെ കുറേ പേര് പറഞ്ഞു തടി വെച്ചോണ്ടാവും ഈ ബുദ്ധിമുട്ടും. പക്ഷെ തടി വെച്ചോണ്ടല്ല, ഓൾറെഡി എനിക്ക് ചമ്പരം പടിഞ്ഞിരിക്കാറില്ല. എൻ്റെ ഒരു കാലം ഇങ്ങനെ മടങ്ങിയില്ല, ഒരു കാലം ഇങ്ങനെ പൊങ്ങിയോണ്ട് നിൽക്കൂട്ടാ. അങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ സൈഡോട്ട് കാല് വെച്ചിട്ടാണ് ഇരുന്നത്. പിന്നെ നമ്മുടെ ഉണ്ണിയുടെ ഡ്രസ്സൊക്കെ മാറ്റിയാണ്, ഷർട്ടൊക്കെ വലിയമ്മ ഊരി കൊടുക്കാൻ കേട്ടോ. നമ്മളെ ഉണ്ണിക്ക് നൂലുകെട്ടിൻ്റെ അന്ന് അവൻ്റെ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് ഒരു സെറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ഏതോ ഷോർട്സിലാണോ ലോങ് വീഡിയോയിലാണോ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു. കാരണം സെറ്റായിട്ട് വാങ്ങിക്കുമ്പോൾ അതിൽ ചന്ദന ഉണ്ടാവും, വയമ്പ്, പീനാറി, കരിവള, പിന്നെ ഇടംപിരി, വലംപിരി, ചരട്, അങ്ങനെ 10-25 ഐറ്റംസ് വരണം. മുണ്ട്, ഇങ്ങനെ അരക്കണ കല്ല് എല്ലാം കൂടിയുള്ളൊരു സെറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു സംഭവം വാങ്ങിക്കുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് നല്ലൊരു പണിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. നമ്മളിത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഉണ്ണിക്ക് ചരട് കെട്ടാൻ നിൽക്കുന്ന സമയത്ത് അതിൽ മറ്റേ ഇടംപിരിയും വലംപിരിയും ഇങ്ങനെ കയറ്റാൻ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, ചരടിന് നല്ല വലുപ്പമുണ്ട്. ചരട് നല്ല തടിയുള്ള കാരണം ഈ ഇടംപിരിയുടെയും വലംപിരിയുടെയും ഉള്ളിൽ കൂടെ അത് കയറുന്നില്ല. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ നല്ല ടെൻഷനായി. എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തുടങ്ങി, ഇത് നോക്കണ്ടേ, ഇത് ചെറുതല്ല വാങ്ങിക്കണ്ടേന്നൊക്കെ. ആ സമയത്ത് ആദർശൻ്റെ കയ്യൊക്കെ ഇങ്ങനെ വിറക്കായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ആവുമല്ലോ. അപ്പോൾ നിങ്ങളിത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ചെറിയ ചരടും കൂടി വാങ്ങിച്ചോളൂ കേട്ടോ. എന്ന് വെച്ചാൽ അധികം മണ്ണല്ലാത്ത ചരടുണ്ടല്ലോ, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ടാവും ചെയ്യും, നമ്മൾ നന്നായിട്ട് ടെൻഷൻ അടിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ എല്ലാവരും കൂട്ടത്തിൽ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ എല്ലാവരും ഇതന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ലോ നിൽക്കുന്നത്. അപ്പോൾ ആദർശൻ്റെ കൈയൊക്കെ ഇങ്ങനെ കിടന്ന് വിറക്കരുത് പേടിച്ചിട്ട്. ഞാനും ഇതേട്ടാ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ വയർത്ത് തുടങ്ങി. ഓൾറെഡി നല്ല ചൂടും ഉണ്ട്. അപ്പോൾ അവിടെ ഇരിക്കാൻ ഒരു പേപ്പർ കിട്ടിയപ്പോൾ ഞാനതൊരു തുണിക്ക് എനിക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് വീശി കൊടുക്കാട്ടോ ചൂടെടുത്തിട്ട്.
അങ്ങനെ ആദർശേട്ടൻ വിട്ടു കൊടുക്കില്ല എന്നുള്ള രീതിക്ക് തന്നെ ആദർശേട്ടൻ അത് എങ്ങനെയൊക്കെയോ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കയറ്റി സെറ്റാക്കി. അപ്പം തന്നെ സമാധാനമായിട്ടോ. നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. നല്ല വലുപ്പമുള്ള ചരടാണ് ആ സെറ്റിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഈ ഇടംപിരി വലംപിരി അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികൾ നടത്തുന്നവരുണ്ടെങ്കിൽ ഇനി പുണ്യയുടെ നൂലിക്കെട്ടൊക്കെ നടത്താൻ പ്ലാൻ ഉള്ളവരുണ്ടെങ്കിൽ ഇത് നന്നായി ശ്രദ്ധിച്ചോളൂ. അടുക്കള ഹാപ്പി ആയിട്ട് ചിരിച്ചിട്ട് ഒന്നുകൂടെ കേട്ടോ. അങ്ങനെ പരിപാടിയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. പിന്നെ ഫുഡടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫുഡടിക്കുന്ന വീഡിയോസ് ഒന്നും ഒക്കെ എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ ഒരു സ്റ്റോറേജ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാലട പായസമൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിള്ളേരൊക്കെ അവിടെ തകൃതിയായ കളിയിലാണ്, പാട്ട് വയ്ക്കുന്നത്, ഡാൻസ് കളിക്കുന്നു. ഞാനും മഞ്ജുവും അമൃതയും കാവ്യം കൂടിയിട്ട് വേഗം റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. എനിക്ക് ആ ചങ്ങ നൈസായിട്ട് തലവേദനയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അതിനിടയിൽ ആദർശേട്ടൻ വരും, ഓരോന്നൊക്കെ പറയും. അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ആ ചങ്ങ തല പൊക്കാൻ പറ്റാത്തൊരവസ്ഥയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചേച്ചി മക്കളെ കൂടിയിട്ട് അവളെ വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാണ്ടിട്ടാ ഞങ്ങൾ റൂമിൽ തന്നെ ഇരുന്നു കേട്ടോ. പിന്നെ ഇതേ എല്ലാവരും കൂടെ ഡാൻസ് കളിക്കുക, പ്രാക്ടീസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ ഫുള്ളൊക്കെ എടുക്കഞ്ഞായിരുന്നു. എൻ്റെ ഇടയിൽ ഒന്ന് വന്നു നോക്കും. പിന്നെ എനിക്ക് നല്ല പനിയായി. എനിക്ക് തല പൊക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് എവിടെ നിന്ന് ഈ പനി വന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ. ഫുഡടി കഴിഞ്ഞിട്ട് ആ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ സത്യം പറയാച്ചെങ്കിൽ. അപ്പം പിന്നെ എനിക്ക് തീരെ പറ്റാത്ത തുള്ള പനിയായി. ഇറീനമ്മ വന്നിട്ട് ഇടയ്ക്ക് വന്ന് തൊട്ട് നോക്കണതൊക്കെ ഓർമ്മയുണ്ട്. പനി കുറവുണ്ടോന്ന്. അമ്മ പോണ സമയത്തൊന്നും എനിക്കൊരു ബോധമില്ലാത്ത രീതിക്ക് ഞാൻ കിടക്കായിരുന്നു കേട്ടോ. അപ്പം ആള് തോന്നുന്നു അമ്മ പോണ വീഡിയോസൊക്കെ എടുത്തേ. എനിക്ക് പനി വന്ന കാരണം പിന്നെ ഉണ്ണിക്ക് ഇനി പെട്ടെന്ന് വരുമല്ലോ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് തൊട്ടിട്ട് ഉണ്ണീനെ തൊടാനേ പോയിട്ടില്ല കേട്ടോ. പിന്നെ ഈ തല പൊക്കാൻ പറ്റാത്ത രീതിക്ക് തന്നെയായിരുന്നു. പിന്നെ കുറച്ചു നേരം വേണ്ടി വന്ന് ഉമ്മർത്ത് വന്നിരുന്നു കേട്ടോ. അമ്മ വന്ന് വിളിച്ചപ്പോൾ എല്ലാവരും പോയി. തിക്കും തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. അച്ചും ആളും അങ്ങനെ കുറച്ച് പിള്ളേർ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സ്റ്റേജും എല്ലാതും അവരിങ്ങനെ സെറ്റാക്കി കൊണ്ടുപോകായിരുന്നു. ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ കിരൺചേട്ടനും ആദർശേട്ടനൊക്കെ കൂടിയിട്ട് സ്റ്റേജും കാര്യങ്ങളും കസാരയൊക്കെ തിരിച്ചു കൊണ്ടുകൊടുക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് നന്നായി ചൂടുവെള്ളത്തിൽ നന്നായി കുളിച്ചപ്പോഴേക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടി. പിന്നെ രാത്രിയാകുമ്പോൾ കുമാരി വല്യമ്മയും രാധേച്ചിയും ഉണ്ണിയോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. നമ്മുടെ കുഞ്ഞിച്ചക്കനെ ഞാൻ പിന്നെ ഇതുവരെ എടുത്തിട്ടിലേക്ക് ഇവൻ കിടക്കണ കാണുമ്പോഴേക്ക് വിഷമമായിട്ട് പിന്നെ മാസ്ക് ഒക്കെ വെച്ചിട്ട് എന്നാലും ഞാൻ അവിടെ ഇവിടെയൊക്കെ അവൻ്റെ അടുത്ത് പോയി ഇരിക്കും കേട്ടോ. അപ്പം അമ്മ എല്ലാവരും പറയുന്നുണ്ട് ഉണ്ണിയുടെ അടുത്ത് ഇരിക്കണ്ട, ഉണ്ണിയെ തൊടണ്ടെന്നൊക്കെ. അപ്പോൾ ഇവര് പെട്ടെന്ന് പനി വരുമെന്ന് പഠിച്ചിട്ട്. പിന്നെ ഇവൻ്റെ ചുറ്റും ഇവൻ്റെ അമ്മായിമാരും മേമമാരും എല്ലാവരും ഉണ്ട് കേട്ടോ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. വല്യമ്മയും എല്ലാവരും ഉണ്ട്. വന്നാലും ഞാൻ ഇടയ്ക്ക് പോയിട്ട് നോക്കും. പിന്നെ എനിക്കും പേടിയാവട്ടെ. എനിക്ക് പനി വന്ന കാരണം ഉണ്ണിക്ക് വേഗം വരും എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് തന്നെ പിന്നെ ഞാനും അധികം അവൻ്റെ അടുത്തേക്ക് ഞാൻ പോയില്ല കേട്ടോ. പിന്നെ തീരെ വെയ്യായിരുന്നു. പനി എന്ന് വെച്ചാൽ ഇമാതിരി പനി എനിക്ക് കുറേ നാൾക്ക് ശേഷമാണ് വരുന്നത് കേട്ടോ. തീരെ എനിക്ക് നടക്കാൻ
പോലും പറ്റാത്തൊരു പനിയായി പോയത്. പിന്നെ പിള്ളേരൊക്കെ രാത്രിയാകുമ്പോൾ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തగ్గടിച്ച് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. ഞാൻ പനിയുടെ ഒരു ഗുളിക കഴിച്ചപ്പോൾ ഇങ്ങനെ കുറച്ചേശ്ശെ വിയർത്ത് തുടങ്ങി. പിന്നെ ചൂടുവെള്ളത്തിൽ നന്നായി മേലി കഴുകിയപ്പോഴും കുറച്ച് ആശ്വാസം കിട്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി പനി. ആകെ വയ്യാത്തൊരു തന്നെയായിരുന്നു. പിന്നെ മാളുമ്മയൊക്കെ എടുത്ത് ഉണ്ണീനെ ഉറക്കലും ഇതൊക്കെ ചെയ്തായിരുന്നു. മാളു ചേച്ചി അതും എല്ലാവരും കൂടിയിട്ടായിരുന്നു കേട്ടോ. ഇവരൊന്നും ഇവിടെ നിൽക്കാന്ന് പറഞ്ഞ ടീംസ് ആയിരുന്നു കേട്ടോ. പിന്നെ അവര് രാത്രി ഒരു 11 മണിക്ക് നമ്മളെ തിരിച്ച് വീട്ടിൽ പോയത്. ഞാൻ പിന്നെ അധികം നേരം ഈ റൂമിൽ നിന്നില്ല കേട്ടോ, ഉണ്ണിയുള്ള കാരണം. ഞാൻ പോയിട്ട് അപ്പുറത്തെ റൂമിൽ പോയിട്ട് കിടന്നു. എനിക്ക് ചിലപ്പോൾ പനിച്ചിട്ട് തീരെ സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരുടെ കയ്യിലായിരുന്നു എൻ്റെ ഫോൺ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെടുത്ത വീഡിയോസ് ഒക്കെയാണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.